തൈപ്പൂയ ദിവസങ്ങളിൽ വ്രതമെടുത്താൽ ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഭക്തർക്കറിയാമോ? മകരമാസത്തിലെ പൂയം നാളാണ് തൈപ്പൂയമായി ആഘോഷിക്കുന്നത്. തൈപ്പൂയ നാളിൽ അഭീഷ്ടസിദ്ധിക്ക് വേണ്ടി കാവടി നേർച്ചയായി നടത്തുന്നു. ഭക്തിയോടെ തൈപ്പൂയ വ്രതം അനുഷ്ഠിച്ചാൽ കുടുംബ ഐശ്വര്യവും സന്താനങ്ങൾക്ക് ഐശ്വര്യവും ലഭിക്കുമെന്നും കടബാധ്യതകൾ മാറുമെന്നുമാണ് വിശ്വാസം. ഈ ദിവസങ്ങളിൽ ഭഗവാനെ തൊഴുന്നതും സുബ്രഹ്മണ്യ സ്തുതികൾ ചൊല്ലുന്നതും നല്ലതാണ്. തലേ ദിവസം ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ച് തൈപ്പൂയ നാളിൽ ക്ഷേത്രദർശനം നടത്തി പാലും പഴങ്ങളും മാത്രം ഭക്ഷിക്കുക. തൈപ്പൂയ നാളിൽ അമ്പലത്തിൽ പോകാൻ സാധിക്കാത്തവർ വീട്ടിൽ വിളക്ക് കൊളുത്തി സുബ്രഹ്മണ്യ സ്തുതികൾ ചൊല്ലുക. സുബ്രഹ്മണ്യ സ്വാമി എല്ലാ ഭക്തരുടെയും വിഷമങ്ങൾ മാറ്റുകയും ആഗ്രഹസാഫല്യവും ഐശ്വര്യവും നൽകുകയും ചെയ്യും. ഈ വർഷത്തെ തൈപ്പൂയം ഫെബ്രുവരി 11-നാണ്. കഴിയുന്ന എല്ലാ ഭക്തജനങ്ങളും ഭക്തിയോടെ സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിച്ച് വ്രതമെടുക്കുക.